എല്ലാവർക്കും ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. സാഖ്യയോഗത്തിലെ 56, 57 ശ്ലോകങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് സ്ഥിതപ്രജ്ഞൻ എന്നാണ്. നാം പലപ്പോഴും പല ദുഃഖങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ദുഃഖങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാകുന്നുണ്ടോ? നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? നമ്മുടെ ദുഃഖം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതുപോലെ നാം ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സുഖം എന്താണ്? ഇപ്പം നമ്മൾ ഏത് സുഖത്തിലാണ് വർത്തിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സുഖത്തിൻ്റെ പ്രസക്തി എന്താണ് നമ്മുടെ ജീവിതത്തിൽ? അത് വളരെ എമർജൻസി ആണോ? അതൊരു നീഡ് മാത്രമാണോ? അർജൻ്റാണോ എന്ന് നാം ആ സുഖത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം. ആ സുഖം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആവശ്യമുള്ളതാണോ? അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉള്ള ആസക്തി എന്താണ്? ദുര്യോധനൻ അധികാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആസക്തി വെച്ചു പുലർത്തിയിരുന്നു. അത് അവസാനം അദ്ദേഹത്തിൻ്റെ സർവനാശത്തിന് കാരണമായി തീർന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആസക്തി എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള അധികാരമാണോ? ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആസക്തികളാണുള്ളത്. നമ്മുടെ ആസക്തി പ്രാകൃതമാണോ? അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉള്ള ഭയം എന്താണ്? ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങളൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ടാവാം. അത്തരത്തിൽ എന്ത് ഭയമാണ്? പലതരത്തിലുണ്ട് ഭയങ്ങൾ. അതിൽ ഏത് തരത്തിലുള്ള ഭയമാണ് നമ്മളെ ഇപ്പം അലട്ടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ കോപം എന്താണ്? നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ദേഷ്യപ്പെടാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം, നമ്മളൊരു 10 തവണ ദേഷ്യപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ സാഹചര്യങ്ങളെക്കുറിച്ച് നാം ഒന്ന് വിശകലനം ചെയ്യണം. അതിൽ നിന്ന് പൊതുവായൊരു സിറ്റുവേഷൻ, പൊതുവായൊരു കാരണം, പൊതുവായൊരു ടെൻഡൻസി മൂലമാണ് നാം ദേഷ്യപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണോ? അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ സുഖങ്ങളെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണോ നാം ദേഷ്യപ്പെടുന്നത്, മറ്റുള്ളവരോട് കോപം കാണിക്കുന്നത്? ഇനി ചോദ്യം ഇതാണ്, ചോദ്യം ആവർത്തിക്കുകയാണ്. നാം ദുഃഖം നേരിടുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നാം ശ്രമിക്കാറുണ്ടോ? കാരണം ദുഃഖം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓരോ തവണ ദുഃഖം വരുമ്പോഴും നാം അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ കൂടുന്തോറും ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് സൈഡ് അതാണ്. ഇനി നാം ആഗ്രഹിക്കുന്ന സുഖങ്ങൾ നാം അതിനെ നിയന്ത്രിക്കാറുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ വെച്ചു പുലർത്തുന്ന പലതരം ആസക്തികളെ നാം കുറച്ചു കൊണ്ടുവരാറുണ്ടോ? മനസ്സിൻ്റെ വെൽബീയിങ്ങിന് ഇതെല്ലാം വളരെ ആവശ്യമാണ്. പണ്ടുണ്ടായിരുന്ന ഭയം എന്ന് പറയുന്ന ഒരു മാനസിക വിഭ്രാന്തി, ഒരു മാനസികമായ ടെൻഷൻ ഇപ്പോഴും നമ്മൾക്ക് പിന്തുടരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നാം അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ടോ? നമ്മുടെ കോപത്തെ നാം ഏത് തരത്തിലാണ് നിയന്ത്രിക്കുന്നത്? ഏത് തരത്തിലാണ് കോപത്തെ ഇല്ലായ്മ ചെയ്യാൻ നാം ശ്രമിക്കുന്നത്? നാം ശ്രമിക്കാറുണ്ടോ? ഇവിടെ നാം ആദ്യം പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അവയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ഒരു സക്സസ് ഉണ്ടാകും. അങ്ങനെയുള്ള ആളുടെ ബുദ്ധി വളരെ സ്ഥിരമായി ഭവിക്കും. ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധിയെ സ്ഥിരമാക്കി നിർത്തുന്ന ആളിനെയാണ് കൃഷ്ണൻ സ്ഥിതപ്രജ്ഞൻ, സ്ഥിരമായ ബുദ്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ശുഭം അശുഭം, ജീവിതത്തിൻ്റെ 2 വ്യത്യസ്തമായ മുഖങ്ങളാണ് ശുഭവും അശുഭവും. ഇവ വന്നു ചേരുമ്പോൾ നാം ഒരുപാട് സന്തോഷിക്കുകയോ വളരെ വലിയ രീതിയിൽ ദ്വേഷിക്കുകയോ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് സുഖം വരുമ്പോൾ നമ്മൾ അമിതമായി ആഹ്ലാദിക്കും.
ദുഃഖം വരുമ്പോൾ അതുപോലെ തന്നെ അമിതമായി ദുഃഖിക്കുകയും ചെയ്യും. ഇവ രണ്ടിനെയും ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുന്ന ആളുടെ ബുദ്ധി സ്ഥിരമാണ്, സ്ഥിതപ്രജ്ഞനാണ്. അത്തരത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവ തലങ്ങളെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ, അതാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ നാം ചർച്ച ചെയ്യുന്നത്.